ഇപ്പോഴാണ് ഏജൻസിയിൽ നിന്നും ഷെയർ ബാലൻസ് ഷീറ്റ് വന്നത്. നിന്നെ വിശ്വസിച്ച് ഷെയർ മാർക്കറ്റിൽ ഡെപ്പോസിറ്റ് ചെയ്ത 10 കോടി നഷ്ടമായി. ചേട്ടൻ അങ്ങനെ ഇതറിഞ്ഞ് എന്നെ കൊന്നുകളയും. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. വെക്കണ ഫോൺ. ഷെയറിൽ നിനക്ക് 10 കോടി രൂപ നഷ്ടം വന്നിട്ടുണ്ടോ? ഷെയറോ? അങ്ങനെയൊന്നുമില്ലല്ലോ. സത്യം പറയണം. ഇല്ലെന്ന് പറഞ്ഞില്ലേ? പിന്നെ ഇതെന്താ? അതെ, നഷ്ടപ്പെട്ടു. ഷെയർ മാർക്കറ്റായ ലാഭം ഉണ്ടാവും, നഷ്ടമുണ്ടാവും. അതിനെന്തിനാ ടെൻഷൻ ആകുന്നേ? 10 കോടി രൂപ പോയാൽ ടെൻഷൻ ആവില്ലേ? അത് തിരിച്ചു പിടിക്കാൻ എനിക്കറിയാം. നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്ക്. അവൻ തെറ്റ് ചെയ്തിട്ട് നിന്നോട് ചൂടാവുന്ന ചുമ്മാ ഇരിക്കും. നിങ്ങൾ തിരികെറ്റുന്നതാണ് നിങ്ങളുടെ ജോലി. ഈ കവർ കൊണ്ടുവന്ന് ദേഷ്യം കയറ്റിയതും പോലെ എന്നിട്ട് ചേട്ടനെ എന്നെ കൂടെ തമ്മിൽ തെളിക്കാൻ നോക്കുക. എന്താ ചേട്ടനോട് സംസാരിക്കാൻ പാടില്ല? ഞാനും കണ്ടിട്ടുണ്ട് ചേട്ടൻ അനിയന്മാരെ. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വെറുതെ വിടാൻ പറ്റില്ല. 10 കോടിയുടെ കാര്യത്തിൽ ഇപ്പൊ കണ്ണടച്ച് നാളെ 1000 കോടിയിലെത്തും. ദുർഗേ, നീ എന്തിനാ വിഷമിക്കുന്നത്? വേറെ ആരുമില്ലല്ലോ, നിന്റെ ചേട്ടനല്ലേ. അതൊക്കെ ശരിയാ സൂര്യേട്ടാ. ചേട്ടന്റെ ദേഷ്യം അറിയാവുന്നോണ്ടല്ലേ ഷെയറിന്റെ കാര്യം ചേട്ടന്റെ അടുത്ത് പറയാതിരുന്നത്. അത് വിട്ടുകളയുന്നേ. 10 കോടി രൂപ നഷ്ടമായ എന്റെ വിഷമത്തിലാണ്. നീ ഇപ്പൊ അതിനേക്കാളും കൂടുതൽ സമ്പാദിച്ചെന്ന് വെച്ചോ. എന്റെ അനിയൻ ബുദ്ധിമാനാണല്ലോ എന്ന് ഓർത്ത് സന്തോഷിക്കും. നല്ല കാര്യമാണ് പറഞ്ഞു. അങ്ങനെ അനിയന് സമ്പാദിക്കാനുള്ള വഴി എന്താന്ന് താനൊന്ന് പറഞ്ഞു കൊടുക്കുക. എനിക്കറിയാവുന്ന നല്ലൊരു ഷെയർ മാർക്കറ്റ് ബ്രോക്കർ ഉണ്ട്. അവനോട് നാളെ നിന്നെ ഒന്ന് കാണാൻ ഡൽഹി സൂര്യ സാർ നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ബെനിഫിറ്റ് കിട്ടുന്ന ഷെയർസ് നീക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ വിത്തിൻ നോ ടൈം യു വിൽ ഗെറ്റ് 10 ടൈം പ്രോഫിറ്റ്. ഇതേതാ ഈ പുതിയ ക്യാരക്ടർ? ദുർഗ എന്താ അവനോട് സംസാരിക്കുന്നത്? ഒന്ന് ചുമ്മാ ഇരിക്കുന്നത്. എപ്പൊ നോക്കിയാലും ഇങ്ങനെ നീ ഒന്നും ഉണ്ടായിരിക്കണ. ഓൾറെഡി 10 കോടി രൂപ തൊലഞ്ഞിരിക്കുക. ഇതിപ്പോ പുതിയ ഏതോ ഏടാ കൊടുത്ത് ചാടാനുള്ള പരിപാടി ചെയ്യുന്നു എനിക്കറിയണ്ട. എന്റെ നഷ്ടം എനിക്ക് നികത്തി കിട്ടണം. ഇതാ പിടിക്കുക അഡ്വാൻസ്. ഇപ്പൊ അവൻ എന്തിനാ പൈസ കൊടുത്തേ? എല്ലാം ഇങ്ങനെ തെറ്റായിട്ട് കാണാതെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ. ഒന്നും മാറ്റം ഉണ്ടാകരുത്. ഓക്കെ ശങ്കർ, നമ്മുടെ പ്രോജക്ട് ക്ലിയറൻസ് എല്ലാം എപ്പോഴാ കൈ കിട്ടാ? അതെല്ലാം കഴിയാൻ പോയി. എന്റെ അടുത്ത് സോറി ദാമോട്ട്, അവൻ മിസ്സായി. അവൻ മിസ്സായെന്ന് പറഞ്ഞാൽ നമ്മൾ വിഷമിക്കുന്നു. ഇവൻ മിസ്സായെന്ന് പറഞ്ഞാൽ ഇവന്റെ അനിയൻ വിഷമിക്കും. അനിയൻ എന്തിനാ വിഷമിക്കുന്നത്? പോലീസുകാരനായിട്ട് പോലും നിനക്ക് അതറിയില്ലേ? ദുർഗ നേരത്തെ അവന് പൈസ കൊടുത്തു, ഇന്ന് അവൻ അറ്റാക്ക് ചെയ്തു. അതായത് ദാമുവിനെ കൊല്ലാൻ ദുർഗ ആ കില്ലർക്ക് കൊട്ടേഷൻ കൊടുത്തു. അങ്ങനെയെങ്കിൽ ദേവലോകത്ത് നടക്കാൻ പോകുന്ന ഇവിടെ നടക്കാൻ പോവാണെന്നാണോ? അവിടെ എന്ത് നടന്നു? നീ ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ പറയാം. ദേവലോകത്തെ തങ്കരാജനും ദേവരാജനും എന്ന് പറഞ്ഞ് 2 പേരുണ്ടായിരുന്നു. തങ്കരാജന് പൊടി അലർജി ആയതുകൊണ്ട് ദേവരാജനാണ് എല്ലാ ബിസിനസ്സും നോക്കിയിരുന്നത്. അവന്റെ അലർജി എനർജി ആയിട്ട് യൂസ് ചെയ്തിട്ട് അവന്റെ എല്ലാ കാര്യങ്ങളും ഇവൻ എഴുതിയെടുക്കുകയായിരുന്നു. അവനാണ് തങ്കരാജൻ? അല്ല, ദേവരാജൻ. സമ്പത്ത് മുഴുവനും ഷെയറായി വാങ്ങിയിട്ട് കച്ചവടം ചെയ്യുകയായിരുന്നു. കച്ചവടത്തിൽ നഷ്ടം വന്നു എന്ന് തങ്കരാജൻ പറഞ്ഞപ്പോൾ അതും അവൻ വിശ്വസിച്ചു. അത് ദേവനല്ലേ? അല്ല, തങ്കരാജൻ. ഒരു ദിവസം നെല്ല് വാങ്ങുന്നവനെ വഴി വെച്ച് കണ്ടപ്പോൾ എല്ലാ കാര്യങ്ങളും പുറത്താകുകയായിരുന്നു. ഇപ്പൊ തങ്കരാജനല്ലേ? അല്ല, ദേവരാജൻ. പിറ്റേ ദിവസം രാത്രി അവൻ പാമ്പ് കടിച്ച് ചാകുകയായിരുന്നു. ഇപ്പൊ പറയുന്നത് ദേവനെ കുറിച്ചല്ലേ? തങ്കരാജൻ. കറക്റ്റ്. പക്ഷെ അവൻ ചത്തത് പാമ്പ് കടിയേറ്റല്ല, അതിലും വിഷമുള്ള ദേവരാജൻ മൂലമാണ്. പാമ്പിനെ ബലിയാടാക്കി സഹോദരനെ കൊല്ലുകയായിരുന്നു. ആസ്തിക്ക് വേണ്ടിയും ചേട്ടന്റെ പൊസിഷന് വേണ്ടിയും ഒരു മനുഷ്യത്വം പോലും ഇല്ലാതെ ചേട്ടനാണെന്ന് പോലും നോക്കാതെ കൊല്ലുകയായിരുന്നു. ദേവലോകത്ത് നടന്ന ഈ ഭീകരമായ സംഭവം ഇപ്പൊ മുത്താരം കുന്നി നടക്കുമോ എന്ന് ആകെ പേടിയായി തുടങ്ങിയിരിക്കുന്നു. ചേട്ടാ പറയ് ചേട്ടാ, ആരാ അറ്റാക്ക് ചെയ്തെന്ന് എന്നോട് പറ. ആരത്? അവൻ ഇവിടെ വെച്ച് തീർത്തേക്കാം. ആരെന്ന് പറയ് ചേട്ടാ, പറയാൻ ചേട്ടാ, പറയ് ചേട്ടാ, ആരാ അറ്റാക്ക് ചെയ്ത്? പറയാൻ പറഞ്ഞേ, ആരാന്ന്? എന്തിനാടാ പേ പിടിച്ച നായെ പോലെ ചുമ്മാ കിടന്ന് കുരയ്ക്കുന്നത്? ഇതിനെല്ലാം കാരണം ഞാനാണ്. ചാകുന്നതിന് മുമ്പ് നീ എന്തിനാ ചാകുന്നതെന്ന് അറിയണമെടാ. അതിനു വേണ്ടിയാടാ മന്ത്രിയെയും SP നിന്റെ ചേട്ടനെ വെച്ച് ഞാൻ കൊല്ലിച്ചത്. അടുത്ത ചാകാൻ പോകുന്നത് നീയാ. ചേട്ടാ ഇവനെ വെറുതെ വിടരുത്. കൊന്നു കളയേട്ടാ, തീർത്തേക്കവനെ. നമ്മുടെ കൂടെ നടന്ന് ദ്രോഹം ചെയ്തവനെ വെറുതെ വിടരുത്. കൊന്ന് തള്ളിയേക്കേട്ടാ അവനെ. നോക്കി നിൽക്കാത്ത കൊന്നുകളേടാ, കൊന്നുകളാ, ചുട്ടു കൊന്നുകളാ.
വാക്ക് കേട്ടത് എന്തായാലും നന്നായി. അല്ലെങ്കിൽ അനിയൻ എന്ന ഒറ്റ കാരണം കൊണ്ട് ഞാൻ വെറുതെ വിടുമായിരുന്നു. നിന്റെ ഈ സൂപ്പർ ഐഡിയയ്ക്ക് താങ്ക്സ്. താനെന്തിനെ വിസിലടിച്ചത്? ഐഡിയക്ക് വേണ്ടിട്ടാ. എല്ലാം ഔട്ടാ. മൈൻഡ് ബ്ലോക്ക് ആയി പോയത്. കട്ടായി പോയി. പ്രഭ സർ. ഡാറ്റാബേസ് തങ്കപ്പൻ കാരണമാണ് നമുക്ക് ഡൽഹി സൂര്യയെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും Yes, കിട്ടിയത്. sir. ഈ പണം കൊടുത്തേക്ക്, തങ്കപ്പൻ കാത്തു. ഓക്കെ സർ. മൊത്തത്തിൽ അടിച്ചിട്ട് ആക്കടാ. എന്താ ഗുണ്ടായിസമാണോ? ഡാ, ഇവിടെ ആരാണ് ഈ തങ്കപ്പൻ? ഞാൻ തന്നെയാണ്. സൂര്യ, രണ്ടുപേർക്കും സമാധാനത്തോടെ സെറ്റിൽമെന്റ് ചെയ്തൂടെ? സെറ്റിൽമെന്റ് എന്നോടൊക്കെ എന്തിനാടാ സെറ്റിൽമെന്റ്? എന്റെ അമ്മ. നീ എന്നെ തന്നെ മൊത്തത്തിൽ പെടുത്തി കളഞ്ഞല്ലടാ. എന്റെ ഡാറ്റ കൊടുക്കൂലടാ. ഈ ഡൽഹി സൂര്യ ആരാണെന്ന് അറിയോടാ നിനക്ക്? എല്ലാരെയും ഫുട്ബോൾ ആക്കി തട്ടുന്നവനാടാ ഞാൻ. നീ എന്റെ ഡാറ്റ ശങ്കറിന് എടുത്ത് കൊടുത്തിട്ട് അവനിപ്പോ എന്നെ ഫുട്ബോൾ ആക്കി തട്ടിക്കൊണ്ടിരിക്കുക. നീ കാരണം എന്തൊക്കെ തെറ്റുകൾ ഞാൻ ചെയ്യേണ്ടി വന്നെന്നറിയോ? ഒരു തെറ്റും ചെയ്യാത്ത മന്ത്രിയുടെ മേളിൽ ഡൗട്ട് ഉണ്ടാക്കി ദാമുവിനെ വെച്ച് കൊന്നു കളഞ്ഞു. സംഗതി ഇല്ലാത്ത മല്ലി ലില്ലിയെ റേപ്പ് ചെയ്യാൻ പോണെന്ന് പറഞ്ഞിട്ട് അയാളുടെ ബിരിയാണിയിൽ വിഷം വെച്ച് കൊന്നു കളഞ്ഞടാ. അവസാനം ചേട്ടനെ ദൈവത്തെ പോലെ കണ്ട ദുർഗെ അവന്റെ ചേട്ടന്റെ കൈ കൊണ്ട് എന്നെ കൊല്ലിച്ചല്ലോടാ. ഈ കാര്യങ്ങളെങ്ങാനും ദാമു പറഞ്ഞ എന്നെ ജീവനോടെ കത്തിച്ച് ചാമ്പലാക്കൂടാ. ഇനി എന്നെങ്കിലും എന്റെ ഡാറ്റ നീ ആർക്കെങ്കിലും കൊടുത്തെന്നറിഞ്ഞ നിന്നെ വെട്ടി പൂളിക്കളയോടാ. വാടാ. എന്റെ ഡേറ്റ നശിപ്പിച്ചിട്ട് നിന്റെ ഡേറ്റ എന്റെ അടുത്ത് തന്നിട്ട് പോവാണോ നീ? ഐ വിൽ സീ യുവർ എൻഡ്. ഹലോ. സൂര്യ, സൂര്യ, ഇയാൾ ഇത് എവിടെ അറിയില്ലല്ലോ സർ. ഹലോ. ഇൻസ്പെക്ടർ സാർ, ആ സൂര്യ എന്റെ ഓഫീസൊക്കെ അടിച്ച് തകർത്ത് നാശമാക്കിയിട്ട് പോയിരിക്കുകയാണ്. അതുകൊണ്ട് ആ സൂര്യയെ കുറിച്ച് ഞാൻ ദാമുവിനോടെല്ലാം പറഞ്ഞു. നിങ്ങളെ കുറിച്ച് ഒരു വാക്ക് പോലും ഞാൻ തെറ്റായിട്ട് പറഞ്ഞിട്ടില്ല. കാരണം എന്റെ ടാർഗറ്റ് ഡൽഹി സൂര്യ. ദാമു പെട്ടെന്ന് ഫോറസ്റ്റ് ഗസ്റ്റ് ഹൗസിലേക്ക് വരാൻ പറഞ്ഞു. ഈ അവസരം മുതലാക്കി ഏതെങ്കിലും ഒരു പ്രോജക്റ്റിന്റെ പേര് പറഞ്ഞ് 50 ലക്ഷം അടിച്ചു മാറ്റി ഇവിടുന്ന് മുങ്ങണം. അല്ലെങ്കിൽ നടന്ന കാര്യങ്ങൾ അറിഞ്ഞാൽ ദാമു എന്നെ വിട്ടു. നീ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യ്, ഞാൻ അങ്ങ് വന്നേക്കാം. നായപ്പോൾ നടക്കുമടാ, നീയൊക്കെ നശിച്ചു പോകണടാ. ഡാ, നിന്റെ കോൾ എടുത്താലല്ലേ പ്രശ്നമുള്ളൂ. എന്താ ഫോൺ കട്ടായത്? ആ ദാമുവിന്റെ കയ്യിൽ അങ്ങനെ കിട്ടിയ കശക്ക് എറിയും. വാ സൂര്യേട്ടാ, ഇരിക്കെ. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? ഒന്നുമില്ല, വെളുപ്പാങ്കാലത്തൊരു സ്വപ്നം കണ്ടു. അത് ചേട്ടനോടൊന്ന് പറയാന്ന് കരുതി. അത് കൊള്ളാലോ. വെളുപ്പം കാലത്ത് കാണുന്ന സ്വപ്നമൊക്കെ ഫലിക്കുമെന്നാ. പറ കേക്കട്ടെ. വളരെ സുന്ദരമായ ഒരു കാട്. ആ കാട്ടിൽ രാജാവിനെ പോലൊരു സിംഹവും മുയൽക്കുഞ്ഞിനെ പോലൊരു കാമുകിയും സപ്പോർട്ട് ചെയ്യാൻ പുലി പോലൊരു അനുജനും ആനയും കരടിയും കടുവയും പുലിയും പോലെയുള്ള എല്ലാ കൂട്ടുകാരും ചേർന്ന് വേട്ടയാടാൻ തുടങ്ങിയല്ലേ? ഒരു പവർ പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്തു. അതിന് ഉപദേശത്തിനായി ഡൽഹിയിൽ നിന്നൊരു കുള്ളൻ കുറുക്കനും വന്നു. എച്ചിൽ ചോറ് തിന്നുന്ന ബ്രോക്കർ നായക്ക് മൊത്തം പ്രോജക്റ്റും കൈക്കലാക്കാനൊരു ആഗ്രഹം ഉണ്ടായി. ഒന്നും അറിയാത്ത ആനയെ കരുവാക്കി സൂത്രശാലിയായ കുറുക്കൻ പറഞ്ഞതെല്ലാം കേട്ട് ബുദ്ധിയില്ലാത്ത ആ സിംഹത്തിന് ആ പാവമാനിയെ കൊല്ലേണ്ടി വന്നു. കുറുക്കന് അതും മതിയാവാതെ കുടുംബത്തിന് ഒരു ദ്രോഹവും ചെയ്യാത്ത കഴുതപ്പുലി മൊയിലിന്റെ മേൽ നോക്കിയെന്ന് പറഞ്ഞ് സിംഹത്തിന്റെ ദേഷ്യം പിന്നെയും കൂട്ടിക്കൊണ്ടിരുന്നു. സിംഹം മറുത്തൊന്നും ചിന്തിക്കാതെ ഒന്നിനും കൊള്ളാത്ത ആണും പെണ്ണും കെട്ട ആ കഴുതപ്പുലിയെ വിഷം വെച്ച് കൊന്നുകളഞ്ഞു. എന്നിട്ടും മതിയാവാത്ത കള്ള കുറുക്കൻ അനിയൻ പുലിയെ കുറിച്ചും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു. വിഡ്ഢിയായ സിംഹം തനിക്ക് പിന്നിൽ നടക്കുന്ന കഥകളൊന്നും അറിയാതെ തന്റെ അനിയനെയും കൊന്നുകളഞ്ഞു. ചതിക്കപ്പെട്ടതിന് ഈ അടിയാണെങ്കിൽ ചതിച്ചവരിട്ട് എന്നെ അടിയായിരിക്കും. ഇനിയാണ് ചോദ്യം, ഈ കഥയിലെ സിംഹമാരാ? നിങ്ങൾ തന്നെ. ഗുഡ്. ആനയാരാ? മിനിസ്റ്റർ നടരാജൻ. വെരി ഗുഡ്. അപ്പൊ കഴുതപ്പുലി? SP മല്ലി. എക്സലന്റ്. അപ്പൊ മുയല്? സുകന്യ. പുലി? ദുർഗ. അമേസിംഗ്. ഇനി 1 കോടി രൂപയ്ക്കുള്ള ചോദ്യം, ആ കുള്ളൻ കുറുക്കനാരാ? അവനൊന്നും ചെയ്യാൻ പറ്റിയില്ല. പുറകിൽ ദിനോസറില്ലേ? ഡൈനാസർ ഒക്കെ എവിടെയാ? അത് സ്പിൽബർഗിന്റെ ക്രിയേഷൻ. ഇത് കുള്ളൻ കുറുക്കന്റെ മാനിപ്പുലേഷൻ. എന്തിനാ ചേട്ടാ ഇവരോടൊക്കെ സംസാരിച്ചോണ്ടിരിക്കുന്നത്? നിർത്ത്, തിരക്കുണ്ടാക്കല്ലേ. ഇവന്റെ മരണം ചരിത്രത്തിൽ ഒരു പാഠമാവണം. ഇവനേൽക്കുന്ന ഓരോ അടിയിലും ഓരോ കോൺസെപ്റ്റ് ഉണ്ടാവും. ആദ്യത്തെ അടിയിൽ തന്നെ മുഖത്തിന്റെ ഛായ മാറണം. അടുത്ത അടിയിൽ അവന്റെ നട്ടില് തകരണം. 3ാമത്തെ അടിയിൽ അവന്റെ മുതുക് കൂനായി ശരീരത്തിൽ ജീവൻ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. പിന്നെയും താനെന്തിന് ജീവനോടെ ഇരിക്കുന്നോർത്തവൻ അലറിക്കറിയണം. ഒരു നിമിഷം മുമ്പെങ്കിലും തന്റെ മരണം നടപ്പിലാക്കാൻ ഇവൻ നമ്മുടെ കാല് പിടിച്ച് കഞ്ചണം. അതിനുശേഷം ഇവനെ പുഴുത്ത പട്ടിയെ തല്ലുന്നത് പോലെ തല്ലി ഇവന്റെ ജീവൻ പോകുന്നത് കണ്ട് നമ്മളെല്ലാവരും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടണം. കണ്ണു പൊട്ടിച്ചാവണോ, നാക്ക് തല്ലിച്ചാവണോ, രക്തം കക്കിച്ചാവണോ? കൊറിയൻ സിനിമയിലൊക്കെ ഡിഫറെന്റ് ആയിട്ടാ ചെയ്യുന്നത്. എന്തിനാ ഇംഗ്ലീഷ് സിനിമകളിൽ പലതരത്തിലെ ആൾക്കാരെ കൊല്ലുന്നേ? അതുപോലെ നമുക്ക് കൊന്നുകളഞ്ഞേക്കാന്നേ. കൈ മെഷീനുള്ളിൽ വെച്ച് അറുത്ത് കളയുന്നത്, തലയിൽ ആണി തറച്ച് കൊല്ലുന്നത്, നെഞ്ചിലെ ഡ്രില്ലിംഗ് മെഷീൻ ഇറക്കി കൊല്ലുന്നത്.
പോയ DVD ഒക്കെ മേടിച്ചു. അതൊരു റെഫറൻസ് ആയി വെച്ചിട്ട് നമുക്കൊരു പുതിയ കോൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്ത് 5D ഷൂട്ട് ചെയ്ത് പിന്നെ നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. എന്താടോ കള്ളം കുറുക്ക, പേടിയാവുന്നുണ്ടോ? തന്നെ ഞാൻ കൊല്ലാതെ വിടണമെങ്കിൽ ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. എന്താ സാർ അത്? താനൊരു തിരക്കഥയുണ്ടാക്കി നാടകം കളിച്ച് എന്നെ കുറെ കളിപ്പിച്ചില്ലേ? ഇപ്പൊ ഞാനൊരു ഡാൻസ് പ്രോഗ്രാമിനുള്ള തിരക്കഥ തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. ആ പ്രോഗ്രാമിൽ ഞാൻ പറയുന്നത് പോലെ എനിക്ക് ഇനിയും ഒരുപാട് ചെയ്യാനുണ്ട്. തന്നോട് എണീക്കാനാ പറഞ്ഞത്. ഞാൻ പറയുന്ന കേൾക്ക്, എണീക്കണോ? തന്നെ പലതരത്തിൽ ടോർച്ചർ ചെയ്ത് കൊല്ലാനായിരുന്നു എന്റെ പ്ലാൻ. തന്നോട് എണീക്കാനാ പറഞ്ഞത്. അവൻ വെറും ജോക്കറാ. ഞാൻ ആഫ്റ്റർ ഓൾ എന്റെ ഗെയിമിൽ യൂസ് ചെയ്ത ഒരു ചെറിയ ബോളാണ് അവൻ. ഞാൻ ജീവന തുല്യം സ്നേഹിച്ചിരുന്ന എന്റെ അച്ഛനെ, ആ നല്ല മനുഷ്യനെ നീ വെറുതെ കണ്ണീര് കുടിപ്പിക്കുകയായിരുന്നു. ആ പാപത്തിൽ പങ്കുചേർന്ന പാർട്ട്നേഴ്സിനെ നിന്റെ കൈകൊണ്ട് തന്നെ കൊല്ലിച്ച ആ എവിഡൻസ് വെച്ച് നിന്റെ പേരിൽ ഷൂട്ട് ആൻഡ് സെറ്റ് ഓർഡർ വാങ്ങിയിടാം. ഒരു ചെറിയ പഴുത് കിട്ടിയാൽ ഈ ശങ്കർ അവിടെ ഇറങ്ങി കളിക്കൂടാ. ഇപ്പൊ നിന്നെ ലീഗലായിട്ട് കൊന്നു തള്ളാൻ പോവാ. നീ എന്ത് ചെയ്യും? इसको मेरी आंखों के सामने मार के यही जला दो. ശങ്കർ വേണ്ട, എന്നെ വിട്ടേക്ക്. എന്നെ കൊല്ലല്ലേ. നീ പറയുന്നത് എന്ത് വേണമെങ്കിലും ചെയ്യാം. നിനക്ക് എന്ത് വേണമെങ്കിലും തരാം. എന്നെ വിട്ടേക്ക്. മരിച്ചുപോയ കളക്ടർ നല്ല നേരും നെരുവുള്ള ഒരു ഓഫീസറായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ സൽസ്വഭാവമായിരുന്നു. അവരെ കുറിച്ച് അനാവശ്യമായ കാര്യങ്ങളെല്ലാം പറഞ്ഞുണ്ടാക്കി അവരുടെ ആത്മഹത്യക്ക് വഴിയുണ്ടാക്കിയത് ഞാനാ. എല്ലാവരോടും എല്ലാ കാര്യങ്ങളും ഞാൻ സത്യസന്ധമായി തുറന്നു പറഞ്ഞില്ലേ? ഇനിയെങ്കിലും എന്നെ വെറുതെ വിട്ട ഞാൻ ഈ നാട്ടിലെ ഈ രാജ്യം തന്നെ വിട്ടു പോയിക്കൊള്ളാം. ഡിസൈഡ് ചെയ്യേണ്ടത് ഡെമോക്രസിയാണ്. ഇവൻ ചെയ്ത പാപത്തിന് നായെ കൊല്ലുന്ന പോലെ കൊല്ലാൻ എനിക്ക് ഡിപ്പാർട്ട്മെന്റ് ലൈസൻസ് തന്നിട്ടുണ്ട്. ഇത് തെറ്റാണെന്ന് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ ഇവനെ ജീവനോടെ വിടാം. നിനക്ക് 15 മിനിറ്റ് സമയം തരാം. പറ്റുമെങ്കിൽ ശ്രമിച്ചു നോക്ക്. അയ്യോ, അവന്റെ പേര് എൻകൗണ്ടർ ശങ്കർ. അവൻ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്നവനാ. ആരെങ്കിലും ഒരാളൊന്ന് കൈപോക്ക്. നമ്മളൊക്കെ ഒരേ നാട്ടുകാരല്ലേ. അവനാണെങ്കിൽ പുറത്തുനിന്ന് വന്ന ആളാ. ഞാൻ കൈക്കുപ്പി പറയാ, ആരെങ്കിലും ഒന്ന് കൈപോക്ക്. മക്കളെ, ആരെങ്കിലും ഒരാളെ കൈപ്പൊക്കില്ലെങ്കിൽ അവനെ വെടിവെച്ച് കൊല്ലും. ഞാൻ നിറയെ ചോക്ലേറ്റ് വാങ്ങി തരാം. ഒന്ന് കൈപ്പൊക്ക് മക്കളെ. ഞാൻ കൈപ്പൊക്കില്ല. നീ വൃത്തിയായിട്ടാ നിന്നെ കൊല്ലണം. നിന്നിട്ട് ജീവിതം തീർത്തോടാ. എത്തിയല്ലോ, ഇപ്പോഴെങ്കിലും എത്തിയല്ലോ. മതി, എന്റെ പാർട്ട്നേഴ്സ് എത്തി. എടോ പോലീസേ, ഒരാളെങ്കിലും കൈപ്പൊക്കി എന്നെ വെറുതെ വിടാന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ എന്റെ 3 പാർട്ട്നേഴ്സാ വന്നിരിക്കുന്നത്. കൈപ്പൊക്കടാ. ചേട്ടാ, ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി വന്നതല്ല, ബൈ പറയാൻ വേണ്ടി വന്നതാ. സ്റ്റോറി തീർക്കാൻ വേണ്ടിയാ. സാർ, നിങ്ങൾ പറഞ്ഞ ടൈം കഴിഞ്ഞു പോയി സാർ. ശങ്കർ, ഞാൻ എത്രമാത്രം പാപം ചെയ്തു. നീ വളരെ നല്ലവനാ. നീ വളരെ നല്ലവനാ. കളികൾ അവസാനിച്ചു.